ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ അത് നല്ലൊരാളാണോ അതല്ലെങ്കിൽ നമ്മളെ ചതിക്കാൻ സാധ്യതയുള്ള ഒരാളാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ എന്തായാലും അവർക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് എല്ലാവർക്കും അല്ല, എന്നാൽ കുറച്ച് പേർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പേടി ഉണ്ടാവും. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ അവര് ഒരു നല്ലവനാണോ, അതായത് നല്ലൊരു പേഴ്സൺ ആണോ എന്നുള്ളത് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സത്യസന്ധതയുള്ള, നിങ്ങളോട് അത്രയും അധികം സ്നേഹമുള്ള, റിലേഷൻഷിപ്പിനോടും ജെന്യുവനായിട്ട് ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരാള് അവര് അത്രത്തോളം നല്ല ഒരു പേഴ്സൺ ആണോ. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കള്ളം പറയാത്ത അത്രമേൽ സത്യസന്ധനായിട്ടുള്ള ഒരാളൊന്നും അല്ല. അങ്ങനെയൊന്നും ആർക്കും ആവാൻ പറ്റില്ല. എന്നാലും നമ്മളെ ചതിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പോയിന്റ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബഹുമാനം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, ഇതിനെല്ലാത്തിനും അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ബഹുമാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കാര്യങ്ങളിലും. ഇത് നോർമലി കുറേ പുരുഷന്മാരെ നമ്മൾ കാണാറുണ്ട്. അവർ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഭാര്യ ആണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള റെസ്പെക്ട് കാണിക്കില്ല. ബിക്കോസ് ഇത് എൻ്റെ ഭാര്യയല്ലേ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണല്ലേ, ഇപ്പം ഇത്ര കുഴപ്പമൊന്നുമില്ല, ഇത്രയൊക്കെ മതി, ഞാൻ എങ്ങനെ പെരുമാറിയാലും അവൾക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പലരും റെസ്പെക്ട് കാണിക്കാറില്ല. പക്ഷേ റെസ്പെക്റ്റിന് അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾക്കുണ്ടാകുന്ന ഇമോഷൻസ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അതിന് വാല്യൂ തരാനും കഴിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പോൾ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ വളരെ ബഹുമാനത്തോടെയും ഇഷ്ടത്തോടെയും അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തരുന്ന വാല്യൂ ആണ്. സോ അങ്ങനെ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. നല്ലൊരു പേഴ്സൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് നമുക്കത് എടുക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരതയാണ്. സ്ഥിരത എന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു ദിവസം ഒരു സ്വഭാവം, പിറ്റേ ദിവസം വേറൊരു സ്വഭാവമാകുമ്പോൾ അവിടെ സ്ഥിരതയില്ല. നമുക്ക് വേണ്ടത് സ്ഥിരതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരേ രീതിയിൽ നിങ്ങളോട് പെരുമാറാൻ കഴിയുന്ന ഒരാളായിരിക്കണം. എന്ന് കരുതി ആൾക്ക് ദേഷ്യം വരില്ല എന്നോ സങ്കടം വരില്ല എന്നോ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു ദിവസം സ്നേഹവും പിറ്റേ ദിവസം ദേഷ്യമൊന്നും അല്ലാതെ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇഷ്ടമില്ലായ്മ കണ്ടു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും. അങ്ങനെ പറയണം, അത് ശരിക്കും ഇഷ്ടമുള്ള ആളുകൾ ചെയ്യുന്നതാണ്. എങ്കിലും ഈ ഒരു സ്ഥിരതയില്ലാത്ത സ്വഭാവം കാണാൻ പറ്റില്ല. എപ്പോഴും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇപ്പം വരെ ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും അവർ നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. ഇടയ്ക്ക് പോലും നിങ്ങൾക്കൊരു സംശയം വരില്ല, ഇവരെന്ത് ഇങ്ങനെ പെരുമാറുന്നത്, ഒരു ദിവസം ഒന്നാണല്ലോ, പിറ്റേ ദിവസം കണ്ടു കഴിഞ്ഞാൽ എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല, ഇതെന്ത് ഇങ്ങനെ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരില്ല. ബിക്കോസ് എപ്പോഴും അവർ നിങ്ങളടുത്ത് അത്രമേൽ സ്നേഹത്തോടെയും ഒരേ രീതിയിലുമായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. അതായത് ഇപ്പൊ അവര് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങളിൽ അത്രയും ജെന്യുവൻ ആയിട്ടുള്ളതായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ അത് അത്രയും ജെന്യുവൻ ആയിട്ട് അവർ ചെയ്യുന്ന കാര്യമായിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഒരിക്കലും കള്ളം പറയണം എന്നൊന്നും അവർ വിചാരിക്കുന്നുണ്ടാവില്ല. എന്ന് കരുതി ഒരു കള്ളവും പറയാത്ത ഒരാളെ ഒന്നും കിട്ടില്ല കേട്ടോ. കള്ളം നമ്മൾ ഒരു സാഹചര്യം കൊണ്ട് പറയുന്നതാണ്. അത് നിലനിൽപ്പിന് വേണ്ടി പറയുന്നതോ മറ്റാർക്കും കുഴപ്പമില്ലാത്തതോ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് കള്ളം പറയാൻ അവർ വലിയ മനസ്സ് കാണിക്കില്ല, ഒന്നും ഒളിച്ചു വെക്കാനൊന്നും അവർ ശ്രമിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ വിശ്വാസം എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിക്കും. ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ നിങ്ങളെയും അവർ ഒരു വിശ്വാസക്കുറവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബിഹേവ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് അത്രമേൽ നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അതായത് സത്യസന്ധമായ ഒരു പെരുമാറ്റമാണെങ്കിൽ അതും മറ്റൊരു നല്ലൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കോപം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ദേഷ്യം വരുന്ന ആളുകൾ ഉണ്ടാവും, ഓഫ്കോഴ്സ് സർവ്വസാധാരണമാണ്, സ്വാഭാവികമാണ്. പക്ഷെ ആ ഒരു ദേഷ്യത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും പലരിലും. ചിലര് ദേഷ്യം വന്നു കഴിഞ്ഞാൽ മിണ്ടാണ്ട് അങ്ങോട്ട് ഇരിക്കും. കുറച്ചേരം മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. ചിലർ ഭയങ്കരമായിട്ടത് എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടത് എക്സ്പ്രസ് ചെയ്യും. നന്നായി ചൂടായി സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് ദഹിക്കണം എന്നില്ല. കാരണം അവർ ചിലപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരാളാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ ഇതെന്ത് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ തോന്നും. അപ്പം അവരങ്ങനെയൊന്നും നിങ്ങളോട് പെരുമാറാത്ത
അതായത് ദേഷ്യം വരുന്നുണ്ടാവാം, പക്ഷേ അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന, ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളടുത്ത് ദേഷ്യം പ്രകടമാക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ നിങ്ങളെ വേദനിപ്പിക്കാൻ, ഹേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം അവർ തരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പരിധികളെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബൗണ്ടറി അവര് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറേ ഇഷ്ടങ്ങൾ, തീരുമാനങ്ങൾ, അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും അവരുടേത് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് ആ കാര്യത്തിന് അവരെപ്പോഴും ഒരു റെസ്പെക്ട് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ഇപ്പൊ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളെയും എതിർക്കുകയോ ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്നുള്ള രീതിയിൽ, ഓക്കെ, നിനക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ നീ അത് ചെയ്തോളൂ, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരും, അത് വേറെ കാര്യം. എങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങളെയും കാര്യങ്ങളൊക്കെ അവരെപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുള്ളതാണ്. അതേപോലെ അവരുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് കുറച്ച് മാച്ച് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പിന്നെ നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു നല്ല ഒരാളാണോ അല്ലയോ എന്നുള്ളത്. ഈ നല്ല ഒരാളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരട്ടെ, നല്ല ഒരാളെന്നുള്ളത് കൊണ്ട് എന്താ വിചാരിക്കണേ, എന്താണ് ഉദ്ദേശിക്കണേ എന്നുള്ളത്. നല്ല ഒരാൾ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല, നിങ്ങളെ ചതിക്കാത്ത ഒരാളായിരിക്കും എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെ ലൈഫ് ലോങ് സ്നേഹിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം തരുന്ന ഒരാളായിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരിൽ കാണാനായിട്ട് പറ്റും. സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാം, യാതൊരു സംശയം വേണ്ട, ആൾ നിങ്ങളെ വിട്ടിട്ട് പോവില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്